ചെങ്ങന്മാരെങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ നീച്ചപ്പാട് ചെക്കന്മാർ സ്കൂളിൽ കൊണ്ടാക്കാനുള്ള പരിപാടിയായിട്ടോ. സ്കൂളിൽ കൊണ്ടാക്കിയ ശേഷം വീട്ടിൽ എത്തിയതിന് ശേഷമാണ് വണ്ടികൾ മൊത്തം കേൾക്കാനുള്ള പരിപാടി. നമ്മൾ വെള്ളിയാഴ്ചയാണ് വണ്ടി കേൾക്കുക. അതേപോലെ മദ്രസ നേരത്തെ വിടും ചെയ്യും. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് വണ്ടി കേക്കിൽ കഴിഞ്ഞാലേ കാര്യം നടക്കും. അങ്ങനെ വണ്ടി കേക്കിലും കഴിഞ്ഞ് ചായടിക്കലും കഴിഞ്ഞ് നേരെ വിട്ട് മദ്രസ കിട്ടും. യുഎയിൽ വെള്ളിയാഴ്ച ആണെങ്കിൽ 10:30 എല്ലാ സ്കൂളും വിടുട്ടോ. ചെങ്ങന്മാർ സ്കൂളിട്ട് വന്നപ്പോഴാണ് മാമ പറഞ്ഞ് ഇങ്ങോട്ട് വന്നോട്ട് നമുക്ക് പച്ചക്കറി വാങ്ങാണ്ട് ഒന്നും നോക്കിയാൽ നേരെ വിട്ടിട്ട് പച്ചക്കറി കടയൊക്കെ നമ്മൾ ചെന്നപ്പോൾ ഒരു പേരൊക്കെ എടുത്താൽ തിന്നിട്ടോ. എന്നിട്ട് അവരോട് സാധനങ്ങൾ പറഞ്ഞു. അവരൊന്നും നോക്കിയില്ല. അവിടുന്ന് ഇവിടുന്ന് നോക്കുക സാധനം എടുത്താൽ എന്നിട്ട് നമുക്ക് പൈസയും കൊടുത്ത് ബില്ലും തന്ന് ഒറ്റ പോക്കാട്ടോ. വീട്ടിൽ പോയപ്പോഴാണ് റൂം വൃത്തിയാക്കാനുള്ള പരിപാടി തുടങ്ങിയത്. നമ്മളെ റൂമിലാണെങ്കിൽ 3 ആൾക്കാരാണ് കേട്ടോ. അപ്പൊ ഓരോ ദിവസവും ഓരോ ആൾക്കാരാണ് ചെങ്ങന്മാർ. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മളത് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാബ വിളിച്ചത് പറഞ്ഞ് പള്ളി പോവല്ലോ പറഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ടാക്കുകയെന്ന്. ഒന്നും നോക്കിയാൽ വണ്ടി സ്റ്റാർട്ടാക്കി ബാബാനും കയറ്റി നേരെ വീട്ടിലെ പള്ളിക്ക്. അപ്പോഴാണ് നമ്മളെ ബർത്ത്ഡേ ബോയ് ബാബാനായിട്ട് വരുന്നത്. വല്ലാത്ത ജാതി. നിസ്കാരം കഴിഞ്ഞ് ഫുഡ് കഴിക്കലും കഴിഞ്ഞ് ഒറ്റ കേട്ടു. 4:30 സുലൈമാക്കന്റെ വലിയ തൈര് വാങ്ങിക്കൊണ്ടേ ഒന്നും നോക്കിയാൽ വണ്ടി സ്റ്റാർട്ടാക്കി അങ്ങോട്ട് പോകാൻ നോക്കുമ്പോഴാണ് ചെങ്ങന്മാരെ ലാൻഡറിന്നൊരു വിളി. മാമാന്റെ ഡ്രസ്സ് തയ്ക്കൽ കഴിഞ്ഞിട്ട് വന്നുവിടുകയാണ്. അതും വാങ്ങിയ ശേഷം നേരെ വിട്ടിട്ട് ഗ്രാൻഡ് മാർട്ടിക്ക് അവിടെ പോയ ശേഷം തൈരും അതേപോലെ ചീസും വാങ്ങിയ ശേഷം നേരെ വീട്ടിക്ക് പോയപ്പോഴാണ് മാഡം വിളിച്ചിട്ട് പറഞ്ഞ് നമ്മളെ വണ്ടിയിൽ പെട്രോൾ കഴിഞ്ഞെങ്കിൽ അതൊന്ന് പെട്രോൾ അടിച്ച് കൊണ്ടുവരിക. ആ വണ്ടി സ്റ്റാർട്ടാക്കി നേരെ വിട്ടിട്ട് പെട്രോൾ പമ്പ് അത് കഴിഞ്ഞ ശേഷം നേരെ പള്ളിയിൽ പോയപ്പോഴാണ് ചെങ്ങന്മാരെ നമ്മളെ കുഞ്ചുബായിട്ട് നാളെ ഹജ്ജിന് പോവുകയാണ്. അപ്പൊ അതിന്റെ പരിപാടി ആയിട്ട് മൊയ്റൂദും കാര്യങ്ങളായിട്ട് പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ നടത്തി. നമ്മളെ ഏരിയയിലാണെങ്കിൽ മലയാളികൾ കൂടുതലായതുകൊണ്ട് തന്നെ ഒരു പരിപാടി നടക്കുമ്പോൾ എല്ലാവരും വന്ന് ഭയങ്കര രസമായിട്ട് അങ്ങനെ നാട്ടുവർത്താനൊക്കെ പറഞ്ഞ അവിടെ ഇരിക്കട്ടെ. ചെങ്ങന്മാരെ ഒന്നും പറയാലോ, പായസമൊക്കെ അടിപൊളി പായസം. അത് കഴിഞ്ഞപ്പോഴാണ് സുലൈമൊക്കെ പറഞ്ഞത് നമ്മളെ ഫുഡ് ഉണ്ടാക്കൽ കഴിഞ്ഞാൽ കിച്ചണിക്ക് പോവാതെ ഫുഡൊന്നും ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുന്നത്. അവിടെ പോയപ്പോഴാണ് ചെങ്ങന്മാരെ സുലൈമാക്കാന്റെ അഭ്യാസം കണ്ടില്ല. അടിപൊളി ബിരിയാണി, ചിക്കൻ ബിരിയാണി. സുലൈമാക്ക ബിരിയാണിയൊക്കെ മിക്സഡ് ആക്കിയതിന് ശേഷം പാത്രത്തേക്കൊക്കെ ആക്കി ഫുൾ സെറ്റ് ആക്കിയതിന് ശേഷം നമ്മളെന്താട്ടി ആ ചൂടോടൊക്കെ ചെമ്മട്ടിന്നാണ് വാരിയെടുത്ത് ചോറ് ചെങ്ങന്മാർ അപ്പത്തന്നെ ഒറ്റയിരുത്തിലാണ് തിന്നപ്പോൾ എന്താ ടേസ്റ്റ് എന്നൊരു അടിപൊളി ബിരിയാണി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ കാത്തുക. ഓക്കെ, ബൈ.